മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. CSLC CAP, that is clinically supported lifestyle correction for lifestyle disease reversal എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ പല ക്രോണിക് അസുഖങ്ങളുടെയും കാര്യത്തിൽ സാധാരണ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ശരിക്കും ഈ CSLC CAPൻ്റെ ഡിഫറൻസ്? സാധാരണ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനിലെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ശരിയാകാതെ വരുമ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെഡിസിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. തേർഡ് വരുന്നത് സർജറി. അപ്പം നമ്മളെപ്പോഴും കൂടുതൽ സർജറിക്ക് വരുമ്പോഴേക്കും നമ്മൾ അൺപ്രഡിക്റ്റഡ് കാര്യങ്ങൾ വരാം. ചിലപ്പോൾ നിസ്സാര സർജറി ആണെന്ന് കരുതി തുടങ്ങുമ്പം ചിലപ്പോൾ അതിൻ്റെ അനസ്തീസിയയുടെയൊക്കെ കോംപ്ലിക്കേഷൻ വഴി ഇപ്പം ഡെത്തിലേക്ക് വേണേലും പോവാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ലെവൽ അനുസരിച്ച് പോകുന്നത്. അപ്പം മെഡിസിനിൽ തന്നെയാണെങ്കിലും ഫസ്റ്റ് ലെവൽ ഓഫ് മെഡിസിൻ, സെക്കൻഡ് ലൈൻ ഓഫ് മെഡിസിൻ, തേർഡ് ലെവൽ ഓഫ് മെഡിസിൻ, ഓരോ രോഗത്തിൻ്റെയും അനുസരിച്ച് അതിന് ഇപ്പോൾ പ്രത്യേകിച്ചുണ്ടാകും. അപ്പം മോഡേൺ മെഡിസിനിൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. പക്ഷേ അത് പലപ്പോഴും പറയുമ്പം നമ്മൾ പേഷ്യൻറ്റിനോട് പറയും, ഡോക്ടേഴ്സ് ഇപ്പം കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും ഹാർട്ടിൻ്റെ ഡോക്ടറാണെങ്കിലും കിഡ്നിയുടെ ഡോക്ടറാണെങ്കിലും ലിവറിൻ്റെ ഡോക്ടറാണെങ്കിലും പറയും ഫുഡ് കൺട്രോൾ ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, അതാണൊരു എക്സസൈസ് ചെയ്യുക, ഒരു ഡയലോഗ് പറയും. പക്ഷേ പേഷ്യൻസിന് പലപ്പോഴും അത് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഉണ്ടാവില്ല. അവർ ശ്രമിക്കും, എല്ലാവരും ശ്രമം നടത്തും. പക്ഷെ പലപ്പോഴും അത് ഫെയിൽ ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഫെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് മരുന്നുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ക്രോണിക് ഡിസീസസിനെ സംബന്ധിച്ചാണ്. നമുക്കൊരു എമർജൻസിയിൽ നമ്മൾ ഡെഫിനറ്റ്ലി മരുന്നുകൾക്കും അപ്പോഴത്തെ ഇൻറ്റൻസീവ് കെയറിനുമാണ് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞ് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഈ ജീവിതശൈലി രോഗങ്ങളിൽപ്പെട്ട ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്, ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പറയുന്നത്. അപ്പം അവിടെ നമ്മളപ്പം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അപ്പം അതിന് എന്ത് ഫുഡ് വേണം, എങ്ങനെ കഴിക്കണം, അപ്പം ഫുഡിനകത്താണ് എല്ലാ ന്യൂട്രീഷനും വരുന്നുണ്ടോ, അപ്പം ഇതെല്ലാം പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വയം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക. അതാണ് CSLC CAP, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ആണ്, അതിനൊപ്പം തന്നെ ഇതൊരു ടീച്ചിങ് ആണ്. അതായത് നമ്മളുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിൻ്റെ കറക്റ്റ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ് എന്തായിരിക്കണം, അത് എപ്പോഴാണ് നമുക്ക് ഡിസീസ് വരുന്നത്, ഓരോ വ്യക്തിക്കും അവനവന് കഴിക്കാവുന്ന ഐഡിയൽ ഫുഡ് ഏതാണ്, അവർ ഒഴിവാക്കേണ്ട ഫുഡ് ഏതാണ്, അവർക്ക് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്, അവരെന്തൊക്കെയാണ് കെയർ എടുക്കേണ്ടത്, അവരുടെ ബോഡിയുടെ ലിമിറ്റേഷൻസും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു എഫേർട്ടാണ് ഇതിനകത്ത് വരുന്നത്. ക്രോണിക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ BP അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഈ പലതും ഈ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണല്ലോ പറയാം. അപ്പോൾ ഈ CSLC CAP എന്ന് പറയുമ്പോൾ ഈ CSLC CAP ശരിക്കും പറഞ്ഞാൽ മരുന്നിനും സർജറിക്കും അല്ല ഫോക്കസ്, പിന്നെ എന്തിലാണ് ഫോക്കസ്, എന്ത് വ്യത്യാസം, എന്തിലേക്കാണ് ശരിക്കും CSLC CAP ഊന്നൽ കൊടുക്കുന്നത് ഇങ്ങനെ അസുഖം ഉള്ളവർക്ക്? ചിലപ്പോൾ ഈ അസുഖം ഉള്ളത് ഒന്നായിരിക്കാം, ചിലപ്പം പലതും ഒരുമിച്ചുണ്ടാവാം. മിക്കവാറും പേർക്ക്, അതായത് എൻ്റെ അടുത്ത് ഒരാളിൽ ഒരു 90% പേഷ്യൻസിനും ഒരു രോഗമായിട്ട് നമ്മൾ അവർ വരുമ്പം എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മളൊരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകുമ്പോഴേക്കും ശരിക്കും പല രോഗങ്ങളുണ്ടാവും ഉള്ളിൽ. അതായത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ സബ് ക്ലിനിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും, കിഡ്നിയെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും, ക്രോണിക് GFR കുറഞ്ഞിട്ടുണ്ടാകും, ക്രോണിക് ഡിസീസ് ഉണ്ടാകും, ഈവൻ ആത്രോസ്ക്ലിറോസിസ്, രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടാകും. അറ്റാക്ക് വന്നിട്ടോ സ്ട്രോക്ക് വന്നിട്ടോ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ മിക്കവാറും പേർക്ക് കുറച്ച് പ്രായമൊക്കെ ആയി, കുറച്ച് ഓവർ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ മുട്ടുവേദന, തേയ്മാനമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം മൾട്ടിപ്പിൾ രോഗങ്ങൾ ഉണ്ടാകും മിക്കവാറും പേർക്ക്. അപ്പം നമ്മൾ ഓരോ രോഗത്തിനും ഓരോ ഡോക്ടറെ അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഇത് വരുന്നത്. പക്ഷേ ഈ CSLC CAP അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ക്ലിനിക്കലി സപ്പോർട്ടോടെ ഉള്ള ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ബോഡിയെ ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പം ഇതൊരു സിസ്റ്റമിക്, അതായത് നമ്മളുടെ ഹോൾ ബോഡിയാണ് ട്രീറ്റ് ചെയ്ത് ഹോൾ ബോഡിയെ കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഈ രോഗങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ബോഡിയുടെ പ്രപ്പോർഷൻസ് തെറ്റുക. നമുക്ക് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, എല്ലാത്തിനും ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പം ഇത്ര ബോഡി, നമ്മുടെ ശരീരത്താണെങ്കിൽ തന്നെ ഇത്ര വെള്ളം വേണം,
ഇത്ര ഓക്സിജൻ വേണം, ഇത്ര കാർബൺ വേണം, അങ്ങനെ നൈട്രജൻ ഇത്ര, അങ്ങനെ ഓരോന്നിനും ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. നമ്മളുടെ ബോഡി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് വെയിറ്റ് കൂടുക എന്നുള്ളതാണ്. ഓവർ വെയിറ്റ് ആണല്ലോ. അപ്പോൾ തന്നെ കാർബൺ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബോഡിയിൽ. നമ്മുടെ ബോഡിയിൽ കാർബണിന്റെ അളവ് കൂടുകയും ഓക്സിജൻ കുറയുകയും വാട്ടർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പം അത് ഏത് ലെവലിലാണ് ഓരോ മൂലകങ്ങളുടെ പോലും നമ്മൾ ആ ബേസ് കറക്റ്റ് ചെയ്യുക, ആ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ബോഡിക്കാണ്. അപ്പൊ നമ്മൾ ജനറലി കൺവെൻഷണൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പ്രഷറാണ് പ്രഷറിന് മരുന്ന്, ഷുഗർ ആണ് ഷുഗർ കുറയ്ക്കാൻ മരുന്ന്. അപ്പൊ ഷുഗർ കുറയ്ക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല അവിടെ ശരിക്കും ഷുഗറിന്റെ പ്രശ്നം വരുന്നത് പാൻക്രിയാസിന്റെ കുഴപ്പം കൊണ്ടോ ഇൻസുലിന്റെ കുറവ് കൊണ്ടോ അല്ല. അവിടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ആ ഇൻസുലിൻ വർക്ക് ചെയ്യാത്തതിന് കാരണം നമ്മളുടെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കൊഴുപ്പിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതുമാണ്. അത് മനസ്സിലാക്കി ആ റൂട്ട് കോസ് അല്ലെങ്കിൽ യഥാർത്ഥ കാരണം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ആ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലാബ് റിപ്പോർട്ടിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട്, അത് രോഗം പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, മരുന്നുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, ഓരോരോ കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. രോഗം കൊണ്ട് ശരീരം ഡാമേജ്ഡ് ആകും, അതുപോലെ തന്നെ മരുന്നുകൾ കൊണ്ടും ശരീരം ഡാമേജ്ഡ് ആകും. ഈ CSLC ക്യാപ്പിനെ പറ്റി പറയുമ്പോൾ ഒരു ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈവൻ ഡോക്ടേഴ്സിന് പോലും ഒരു സംശയം തോന്നാം, എങ്ങനെയാണ് ഈ ജീവിതശൈലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് മാനേജ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്ക് അതുകൊണ്ട് എന്താ ഗുണം, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹാർട്ടിൻ്റെ കാര്യത്തിന് അയാൾ ഒരു കാർഡിയോളജിസ്റ്റിനെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിവർ സംബന്ധമായിട്ട് ഒരു ഹെപ്പറ്റോളജിസ്റ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ട് നെഫ്രോളജിസ്റ്റിനെ ആയിരിക്കാം കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ 3 അസുഖമുള്ള ആളാണെങ്കിൽ അയാൾ ഈ 3 ഡോക്ടേഴ്സിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോവാതെ എങ്ങനെയാണ് അയാൾ ഒരു കോമൺ അപ്രോച്ചിൽ അയാൾക്ക് ബെനിഫിറ്റ് ചെയ്യാം. അപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ സിസ്റ്റമിക് ഡിസീസസിനെ പറ്റി. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് സാധാരണ ഗതിയിൽ പേഷ്യൻസിന് ഈ ഹാർട്ടും ഈ ലിവറും ഈ കിഡ്നിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവയവം അതുപോലെ തന്നെ കണക്റ്റഡ്, ആ കണക്ഷൻ പലർക്കും മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് എല്ലാവരുടെയും ചിന്ത ഇതെല്ലാം ഇപ്പോൾ ഹാർട്ടിന് വരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ അത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും ഇതിൽ തമ്മിൽ ഈ സിസ്റ്റമിക് ഡിസീസ് ആണ് എന്നുള്ളതും അതിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആദ്യം ചിലപ്പം കിഡ്നിയിലായിരിക്കും വരുന്നത്, പിന്നെ ആയിരിക്കും ഹാർട്ടിൽ വരുന്നത്, പിന്നെ ആയിരിക്കും ലിവറിൽ വരുന്നത്, പിന്നെ ആയിരിക്കും ബ്രെയിനിൽ സ്ട്രോക്കായി വരുന്നത്. ഇങ്ങനെ പല സ്റ്റെപ്പായിട്ട് വരുന്നത് തന്നെ ഇതിനെ ഒന്നായിട്ട് കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും ഇപ്പം നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പം സയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മനസ്സിലാക്കുന്നത് ആദ്യം BP ആയിട്ട് കാണും, അപ്പം BPയുടെ മരുന്ന് കൊടുക്കും. ആ BP ആയിട്ട് കാണുമ്പോൾ തന്നെ ഇത് കിഡ്നിയും ലിവറും ഹാർട്ടും ബ്രെയിനും എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആരും സംസാരിക്കുന്നേ ഇല്ല. ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. എന്താ വെച്ചാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ 4 സ്പെഷ്യലിസ്റ്റ് കയറി വരണം. അപ്പോൾ ആദ്യം ഒരു സ്പെഷ്യലിസ്റ്റ് മതി, മറ്റേ BPയുടെ ആൾ നോക്കിയാൽ മതി. അത് കുറച്ചും കൂടെ ഒന്ന് പുരോഗമിച്ച് വരുമ്പോഴത്തേക്കും മതി അടുത്ത സ്പെഷ്യലിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ. അങ്ങനെ ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ഈ 4 സ്പെഷ്യലിസ്റ്റും കൂടെ ചെയ്യേണ്ടി വരും, വേറെ ഉണ്ടാവും സ്പെഷ്യലിസ്റ്റ്. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ പോലും സാധാരണ പേഷ്യൻസോ അവരുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ പൊതുജനമോ ഡോക്ടേഴ്സ് പോലും അത് ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പോൾ ഇതിനൊരു മാറ്റം വേണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് ഉള്ളതുകൊണ്ട് ആ മാറ്റം വരുത്താനായിട്ട് ഇങ്ങനെയുള്ള അപ്രോച്ചിന് എന്ത് രീതിയിൽ സഹായിക്കാൻ പറ്റും? ഞാൻ അതിനൊരു പേഷ്യൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം നമ്മളുടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെനാരിയോയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അവർ ഓൾറെഡി റീനൽ ഫെയിലിയറിലാണ്. അദ്ദേഹത്തിന് സെൻട്രൽ വെയിൻ ഇട്ടിട്ട്, അതായത് നമ്മൾ ഇതിലെ കൂടെ ഒരു കാനുല ഇട്ടിട്ട് എമർജൻസി ആയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലാസ്റ്റ് 1 ഇയർ ബാക്ക്, ലാസ്റ്റ് മാർച്ചിൽ ഒരു 3 വർഷമായിട്ട് അറിയാം, ഡയബറ്റിക് ആണ്, കുറേ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. 3 വർഷമായിട്ട് അറിയാം കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അന്നേരം 1.2 ഉണ്ടായിരുന്നുള്ളൂ ക്രിയാറ്റിൻ. അത് കഴിഞ്ഞിട്ട്
ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നപ്പം ഒരു ആൻജിയോഗ്രാം ചെയ്തു. അപ്പം ആൻജിയോഗ്രാം ചെയ്യുന്ന ലാസ്റ്റ് ഇയറിൽ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 2.8 ആയിരുന്നു അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ. അത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് റീനൽ ഫെയിലിയറിലേക്ക് പോയി. ക്രിയാറ്റിൻ 8 ആയി. ലാസ്റ്റ് സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് പോയി. അത് പിന്നെ കുറച്ച് ഇതൊക്കെ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഇതിന്റെയൊക്കെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത് പതുക്കെ കുറച്ച് 4ലേക്ക് കൊണ്ടുവരാൻ പറ്റി. ക്രിയാറ്റിൻ 4ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഞ്ചുവേദനയുടെ കാര്യം പോലും അപ്പോഴും ശരിക്കും ഹാർട്ടിന്റെ പ്രോബ്ലം ആയിരുന്നില്ല. സ്റ്റെന്റ് ഒന്നും ഇടേണ്ട വന്നില്ല. ഈ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് മനസ്സിലായത് റിബിന് ഒരു വാരിയലിനൊരു ചെറിയൊരു ക്ഷതം പോലെ വന്നിട്ടുണ്ട്. അതായിരുന്നു നെഞ്ചുവേദനയായിട്ട് തോന്നിയത്. അപ്പം നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്ത് അദ്ദേഹം റീനൽ ഫെയിലിയറിലേക്ക് ഒരു സ്റ്റേജ് 3 റീനൽ ഫെയിലിയറിൽ ഇരുന്ന ആൾ സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് ഒറ്റ ഒരു പ്രൊസീജിയർ കൊണ്ട് പോയി എന്നുള്ളതാണ്. പിന്നെ അത് സ്റ്റേജ് 5 തന്നെ ഇങ്ങനെ മാനേജ് ചെയ്ത് 1 വർഷം കൊണ്ടുപോയി കഴിഞ്ഞപ്പം വീണ്ടും എന്തോ ഒരു പ്രോബ്ലം വന്ന് അവർക്ക് എന്തോ ഒരു പ്രോബ്ലം അല്ല, വീണ്ടും ഒരു നെഞ്ചുവേദന എന്തോ വന്ന് അവര് ഹോസ്പിറ്റലിൽ എന്തോ മെഡിസിൻസും എല്ലാം എടുത്തു കഴിഞ്ഞപ്പം വീണ്ടും അത് 8ലേക്ക് പോയി. അപ്പം വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ തുടങ്ങി. ആ സമയത്താണ് ഈ കാനുലയിട്ട് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. ഡയാലിസിസ് ചെയ്ത് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞപ്പം ഈ അസ്വസ്ഥത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡയാലിസിസും കൂടെ, ഒരു ആൻജിയോപ്ലാസ്റ്റിയും കൂടെ, ആൻജിയോഗ്രാമും കൂടെ ചെയ്തു. അപ്പോൾ ട്രിപ്പിൾ വെസൽ ഡിസീസ് ആണെന്ന് അറിഞ്ഞു. അതിന് 1 വർഷം മുമ്പ് ആ പ്രോബ്ലം ആൻജിയോഗ്രാമിന് വലിയ പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ട്രിപ്പിൾ വെസൽ ഡിസീസ് ആണെന്നാണ് 1 ഇയറിൽ കഴിഞ്ഞപ്പോഴേക്കും. അത്ര അപ്പൊ വീണ്ടും ഈ ഒരു പ്രാവശ്യം വന്ന് ആൻജിയോഗ്രാം ചെയ്ത് കിഡ്നി ഫംഗ്ഷൻ പോയി റീനൽ ഫെയിലിയർ 5ലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹത്തിനാണ് ഈ വീണ്ടും ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത്. അപ്പൊ ഇപ്പം ഡയാലിസിസിലുമായിട്ട് നടക്കുന്ന ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസുമായിട്ടിരിക്കുകയാണ്. ആ പേഷ്യന്റ് നമ്മൾ അന്ന് ഓൾറെഡി അപ്പൊ ഇതുപോലെ തന്നെ പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ പല ഹോസ്പിറ്റൽസും 2-നൊക്കെ മുകളിലാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാൻ പറയുകയില്ല. ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയും ഒഴിവാക്കാൻ നോക്കും. ഓൾറെഡി റീനൽ പ്രോബ്ലം ഉള്ള ആളാണല്ലോ. അത് ആൻജിയോഗ്രാമിൽ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രേഡ് 5ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റ് അല്ല അല്ലെങ്കിൽ ഡയാലിസിസ് അല്ലാതെ മാർഗ്ഗമില്ല. അപ്പൊ ഡയാലിസിസിലുള്ള ഒരു പേഷ്യന്റിന് പലപ്പോഴും ഡയാലിസിസിലുള്ള ഇരുന്നുകൊണ്ട് തന്നെ വീണ്ടും ബൈപ്പാസ് ചെയ്യുന്ന ഒരു ശ്രമമാണ്. അത് നമ്മൾ കുറച്ചും കൂടെ പേഷ്യന്റ് മോർ അവെയർ ആണ്. ഇതിന്റെ എല്ലാം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡിയോളജിസ്റ്റിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നെഫ്രോളജിസ്റ്റിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഫൈനലി ടോട്ടൽ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാനും പേഷ്യന്റ് ടോട്ടൽ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാനും പലപ്പോഴും ഡോക്ടർമാർക്ക് പറ്റാതെ പോകുന്നു. കാരണം അത് ആ സ്പെഷ്യലൈസേഷൻ കൂടിയുണ്ട്. ആരുടെയും കുറ്റമല്ല, അതൊരു പാർട്ടാണ്. പക്ഷെ നമ്മൾ പേഷ്യന്റ് അറ്റ്ലീസ്റ്റ് അവനവന്റെ ഹോൾ ബോഡിയെ കുറിച്ച് ചിന്തിക്കണം. ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അവര് ഇപ്പൊ എൻ്റെ ഈ സ്റ്റേജിലല്ല, 2 ഓർഗനും കൂടെ ഫെയിൽ ചെയ്തിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു ഓർഗൻ ഒരു പാർഷ്യൽ ഫെയിലിയറിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. അവർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാനോ ഒരു ബേസിക് കാര്യങ്ങൾ അവരുടെ ആ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് തന്നെ ഡൗൺ ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മറ്റേ ഡയബറ്റീസ് ടൈപ്പ് 2 ആണല്ലോ. അപ്പോൾ ഈ ഡയബറ്റീസ് ടൈപ്പ് 2യുടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഈ ഡയബറ്റീസ് ടൈപ്പ് 2 കണ്ടുപിടിക്കുന്നത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലായിരിക്കാം ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്ന. എന്തെങ്കിലും ദാഹം കൂടിയെന്നോ അല്ലെങ്കിൽ യൂറിനേഷൻ കൂടിയെന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ സാധാരണഗതിയിൽ ഡോക്ടർ പറയും, ഒരു കാര്യം ചെയ്യ്, മരുന്ന് തരാം, ഗ്ലൂക്കോസിൻ്റെ കൺട്രോളിന് വേണ്ടി മരുന്ന് തരാം, നിങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ നന്നായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് പോകണം, അപ്പം നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ മരുന്ന് നിങ്ങൾ മുടങ്ങുക എന്നുള്ളത് പാടില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ അത് കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോവാം. ഇങ്ങനെയാണെങ്കിലും ഈ മരുന്ന് കഴിക്കുന്ന ആൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ മരുന്നിൽ നിന്ന് മാറുന്നില്ല. മരുന്ന് മാറുമായിരിക്കും, പക്ഷെ അയാൾ മരുന്നിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ അങ്ങനെ മരുന്നുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ ഈ പറയുന്ന സന്ദർഭത്തിൽ ഇപ്പം ഞാനിങ്ങനെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പേഷ്യൻ്റ് എന്ന് പറയുന്ന ആൾക്ക് ഈ മരുന്ന് നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരും എന്നുള്ള ഒരു ഉറപ്പ് പേഷ്യൻറ്റിനുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഡോക്ടർ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറയും, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറയും, വെയിറ്റ് കുറയ്ക്കാൻ പറയും എന്നല്ലാതെ അതിന് ഒരു ഗൈഡൻസ് ഒന്നും ഡോക്ടറിന് കൊടുക്കാൻ നേരമില്ല, കൊടുക്കാൻ സാധിക്കുകയില്ല. പേഷ്യൻ്റ് അത് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. അപ്പോൾ
ആ ഒരു സിറ്റുവേഷനിൽ ആ പേഷ്യൻ്റ് വീണ്ടും പോയി വീണ്ടും മരുന്നുകൾ കൂടി പോകുന്നു. പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ മൈൻഡ് മുഴുവൻ ഗ്ലൂക്കോസ് കൺട്രോളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ആളുടെ ലൈഫ് ഫ്യൂച്ചർ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ എന്ത് മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് എന്ത് ഇൻസുലിൻ എടുക്കണം, എന്തോരം എടുക്കണം, എത്ര തവണ എടുക്കണം, അങ്ങനെ ആ രീതിയിൽ പോവും. ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകുന്നു. പക്ഷേ ഇപ്പം CSLC ക്യാപ്പ് വഴിയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് ആ പേഷ്യൻറ്റിന് വരാൻ സാധ്യത? നമ്മൾ ഡയബറ്റിസ് മിക്കവാറും നമ്മളിവിടെ കാണുന്ന 90% ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. അതിൽ ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ പലരിലും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ ഡയബറ്റിസ് മെഡിസിൻ എടുക്കുന്നവർക്ക് ഈ മരുന്നുകൾ പലതും ഇൻസുലിൻ്റെ അളവ് വീണ്ടും കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ ഇൻസുലിനാണ് അവിടുത്തെ പ്രോബ്ലം. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രോബ്ലം. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഗ്ലൂക്കോസ് കുറയ്ക്കാനാണ്. ശരിക്കും പ്രോബ്ലം എന്താ? ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോഡിയിലെ പല ന്യൂട്രീഷനും ഡെഫിഷ്യൻസി കാണും. അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പ് കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന കാലറി ആവശ്യത്തിൽ കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ അതിനെ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പല പേഷ്യൻസിനും ടയേർഡ് ആയിരിക്കും, ക്ഷീണമായിരിക്കും. എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് ക്ഷീണം. അപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ മെറ്റബോളിസത്തിൽ വന്നിരിക്കുന്ന തകരാറുകളാണ്, ഹോർമോണിൽ വന്നിരിക്കുന്ന തകരാറുകളാണ്. പലരും ചിന്തിക്കുന്ന ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് ഡയബറ്റീസ് വരുന്നത് എന്നാണ്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിൽ അങ്ങനെയല്ല. അവിടെ ഇൻസുലിൻ്റെ കുറവില്ല, അവിടെ ഇൻസുലിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ശരീരത്തിന് കഴിയുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം മറ്റേത് നമ്മൾ മരുന്നുകൾ ഇപ്പം കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കും. പക്ഷേ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ എന്താ ഫസ്റ്റ് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്ന് നോക്കും. അതിന് നമ്മൾ ഇൻസുലിൻ ലെവലും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കാണ് C പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ നോക്കും. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പം അത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് ബേസ് ലൈൻ ഇൻസുലിൻ ആ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ മരുന്ന് ടോട്ടലി നിർത്തിക്കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്, ട്രീറ്റ്മെൻറ്റ് തന്നെ തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കും, ഷുഗർ കുറയ്ക്കും. ഷുഗർ ഇപ്പം നമ്മൾ ഒരു 100 അറൗണ്ട് 100നും ഒരു 140 താഴെയാണ് ഷുഗർ നമ്മളെപ്പോഴും നിൽക്കേണ്ടത്. അറൗണ്ട് 100 ഉണ്ടായാൽ മതി നമുക്ക് ഷുഗർ. പക്ഷേ ഇപ്പം ഷുഗർ താന്നു പോയാൽ കൂടി ഒരു 400 വന്നാലും നമ്മൾ ഒന്നും പറ്റിയല്ല. കുറച്ച് ദാഹം കൂടും, ഇതൊക്കെ വരുവുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇച്ചിരി ഷുഗർ കുറച്ച് നേരത്തേക്കൊന്ന് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് ആരും മരിക്കുകയില്ല. പക്ഷേ ഈ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തോ അല്ലെ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ നമ്മുടെ ഷുഗർ താഴെ പോയാൽ, ഒരു 60ന് താഴേക്ക് പോയാൽ നമുക്ക് തലകറക്കവും കൈക്കും കാലിനും വിറയലും ഒക്കെ വരും. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്ത് ചെയ്യും? ഈ മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റ് ഒരിക്കലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫുഡ് കൺട്രോൾ ചെയ്യാതെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അവരിങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയയും ഹൈപ്പോഗ്ലൈസീമിയയിലും ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കും, അതിൻ്റെ കൂടെ മരുന്നും കഴിക്കും. ആദ്യം ഷുഗറൊന്ന് കൂടും, പിന്നെ ഷുഗർ കുറയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോസിബിൾ അല്ല. പക്ഷെ ഷുഗറിൻ്റെ കാര്യം നമുക്ക് വീട്ടിലിരുന്ന് നോക്കാം. ഇന്നിപ്പോൾ കണ്ടിന്യൂസ് ബ്ലഡ് ഷുഗർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. കണ്ടിന്യൂസോ അല്ലെങ്കിൽ 4 നേരം പല പ്രാവശ്യം കുത്തണമെന്നുള്ളത്. നമ്മൾ കയ്യെ കുത്തിയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മോണിറ്റർ വയ്ക്കാൻ പറയും. അപ്പോൾ അവർക്ക് തന്നെ കാണാം. അപ്പം ഷുഗർ കൂടിപ്പോയാൽ മാത്രമല്ലേ മരുന്നിൻ്റെ ആവശ്യമുള്ളൂ. ഷുഗർ നോർമലി നിൽക്കുന്ന ആൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അത് വളരെ മോണിറ്റേർഡ് ആയിട്ട്, അല്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടല്ല ഷുഗറിൻ്റെ മരുന്ന് നിർത്തി അല്ലെ ഇൻസുലിൻ നിർത്തിയിട്ട് ഷുഗർ കൂടുന്നുണ്ടോ എന്ന് നോക്കി. ഇപ്പോൾ ഷുഗർ കൂടുവാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മരുന്നെല്ലാം ഒഴിവാക്കാമെന്നല്ല. പലപ്പോഴും ചിലർക്കൊക്കെ ഒരു ക്രേവിംഗ് ഒക്കെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ, കാർബൊക്കെ കഴിക്കാൻ വരും. അപ്പോൾ അങ്ങനെ കഴിച്ച് ഇടയ്ക്ക് നമുക്ക് കൂടുവാണെങ്കിൽ ആ ഷുഗർ കൂടുന്ന, അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ പക്കായിട്ട് നോക്കാൻ പറ്റാതെ തെറ്റിക്കുന്ന സമയങ്ങളിൽ മാത്രം അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫോം, അത് പലതരം മരുന്നുകളുണ്ട്. അതിന് ഏറ്റവും ഉപയോഗപ്പെടാവുന്ന രീതിയിലുള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ നമ്മൾ ആ സമയത്ത് കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിന് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻ്റ് വില്ലിങ് ആണ്, മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കാനും വില്ലിങ് ആണെങ്കിൽ ശരിക്കും 100% നമുക്ക് മരുന്നില്ലാതെ മച്ച് ബെറ്റർ ഷുഗർ കൺട്രോൾ പറ്റും. കാരണം അപ്പം നമ്മുടെ ഓർഗൻസിനെ എല്ലാം സേവ് ചെയ്യുകയും കൂടിയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ഈ സർക്കാരിൻ്റെ തന്നെ, ഗവൺമെൻറ്റിൻ്റെ തന്നെ റെഗുലേഷൻസിലും എല്ലാം ഒരു വലിയ ലിസ്റ്റുണ്ട്. ആ വലിയ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഉള്ള ഒട്ടുമിക്ക സീരിയസ് ആയിട്ടുള്ള ക്രോണിക് അസുഖങ്ങളുടെയും ഒരു വലിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഈ ലിസ്റ്റിലുള്ള ഈ അസുഖങ്ങൾക്ക് ഏതെങ്കിലും ഒരു മരുന്ന് അതിനെ ക്യൂർ ചെയ്യാനായിട്ട് ഉള്ളതായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ
അത് തെറ്റാണ്, അത് കറക്റ്റ് അല്ല എന്നും പറഞ്ഞ് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ലിസ്റ്റിനെ പറ്റി അറിയണം. ആ ലിസ്റ്റ് വെറുതെ ആരെങ്കിലും ഇടുന്നതല്ല, അത് ഗവൺമെന്റിന്റെ ലിസ്റ്റ് തന്നെയായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആരുടെയും ഒരു ഐഡിയ ഒന്നുമല്ല. പക്ഷേ ഒരു കാര്യവും കൂടെ ഉള്ളത്, ഈ ലിസ്റ്റിനെ പറ്റി നമ്മൾ എങ്ങും ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഈ ലിസ്റ്റിനെ പറ്റി ആർക്കും അത് പുറത്തു വരണം എന്ന് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കാരണങ്ങളും ഉണ്ട്. ഈ ലിസ്റ്റ് പുറത്തു വന്നാൽ സാധാരണ പേഷ്യൻസിൻ്റെ കൂടെ ഉള്ളവരും ഈവൻ ഡോക്ടേഴ്സ് പോലും ചിന്തിക്കാൻ തുടങ്ങും ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെന്നും ഈ ലിസ്റ്റിനെ പറ്റിയും കുറച്ചും കൂടെ ഇൻഫർമേഷൻ കിട്ടാനായിട്ട്, പേഷ്യൻസിന് കിട്ടാനായിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഡ്രഗ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് എന്നും പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്നീ കാണുന്ന പ്രഷർ, ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ആർത്രൈറ്റിസ്, ആസ്മ, ഇതിനൊന്നും ഒരു മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. ക്യൂറബിൾ അല്ലാത്ത ഡിസീസ് എന്നാണ് മരുന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ ഓർക്കണം, മരുന്ന് വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, അതായത് റൂട്ട് കോസ് കറക്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ മരുന്ന് വെച്ച് കൺട്രോൾ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മരുന്നുകൾ എന്നും കഴിക്കണം. ഇപ്പം നമുക്ക് കാണാം, പല പരസ്യങ്ങൾ തന്നെ കാണാം, മരുന്ന് കമ്പനികളുടെ പരസ്യങ്ങൾ ടി വിയിൽ കാണാം, കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. ഈവൻ ഹോസ്പിറ്റൽസിൻ്റെ ആണെങ്കിലും ഒരു മേജർ ഇത് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, ഡോക്ടർ പറയുന്നത് കേൾക്കുക എന്നൊക്കെ പറഞ്ഞൊരു പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ പോലെ പല ഹോസ്പിറ്റൽസും പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും ഇടാറുണ്ട്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക. അതാണ്, ഒരു മരുന്നിനും നമ്മളുടെ ഈ രോഗങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് രോഗം മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം, രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം, റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തി അതിൽ നിന്ന് മാറാൻ നോക്കണം. ഇപ്പം ഈ CSLC ക്യാപ്പിൽ നമ്മൾ അത് കണ്ടെത്താനും അതെന്താണെന്ന് രോഗിയെ പഠിപ്പിച്ചു കൊടുക്കാനും എന്നിട്ട് അവരെ സ്വയം ജീവിതശൈലി മാനേജ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ യൂഷ്വലി ഒരു എൻഡ് സ്റ്റേജോ അങ്ങനത്തെ അല്ലാത്ത, ഇപ്പം കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 ഒക്കെ എത്തിയവരെ നമുക്ക് ചിലപ്പോൾ അതിന് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം ബാക്കി, അല്ലെങ്കിൽ ക്യാൻസർ എൻഡ് സ്റ്റേജ് ഒക്കെ എത്തിയവരെ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല. അവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലും എപ്പോഴും കംപ്ലീറ്റ് മാറ്റാനൊന്നും പറ്റിയെന്നിരിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു തുടർ ചികിത്സ വേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 3 to 6 months കൊണ്ട് മിക്കവാറും പേര് ഇൻഡിപെൻഡൻറ്റ് ഡോക്ടർ, നമ്മൾ 6 മാസം എന്നാണ് സാധാരണ പറയുന്നത്, 3 months വരെ നമ്മൾ ഒരു ഫുൾ സപ്പോർട്ട് കൊടുത്ത്, അപ്പോൾ 3 monthsൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ 3 months കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ 90% സെൽസും മാറി പുതിയ സെൽസ് വരും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെല്ലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതൊരു 10 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ ഫാസ്റ്റ് ഇതിനകത്ത് എല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും കരുതും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്ത് എത്ര നാൾ കൊണ്ടാണ് റിസൾട്ട് എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഷുഗറൊക്കെ നമുക്ക് 24 hourനുള്ളിൽ ഷുഗർ താഴെ നോർമൽ ആകുന്നത് കാണാൻ പറ്റും, കറക്റ്റായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ. വരുന്നുണ്ടെങ്കിൽ 24 to 48 hours. പിന്നെ ചിലരൊക്കെ ഒന്നും മനസ്സിലാക്കി വരാനായിട്ടുള്ള ഒരു ചെറിയൊരു സമയം കൂടെ. പക്ഷെ ഈ മരുന്ന് നിർത്തിയിട്ടാണെന്ന് ഓർക്കണം. അതുപോലെ ചില പേഷ്യൻസ് ഒക്കെ ചോദിക്കും, ഒരാഴ്ചയാകുമ്പോഴേക്കും ഡോക്ടർ എൻ്റെ പ്രഷറൊക്കെ നോർമലായി, മരുന്ന് നിർത്തി, ഇനി ഞാൻ തന്നെ മാനേജ് ചെയ്തോട്ടെ, അങ്ങനെ പോലും ചോദിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഒരു 90 days വേണം നമ്മുടെ ബോഡിയുടെ ഒരു 90% ഓഫ് ദി സെൽസ് കറക്റ്റ് ചെയ്യാൻ. പിന്നെ കൊണ്ട് 10% വെരി സ്ലോ ആയിട്ട് റിപ്പയർ ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് വരുന്ന സെൽസ് ഉണ്ട്. അതിന് കുറച്ചും കൂടി ഒരു 3 months കൂടെ കൊടുത്ത്, അപ്പോൾ ഈ ഒരു സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിച്ച്, പിന്നെ സെൽഫ് മാനേജ് ചെയ്യുന്നവർക്ക് സെൽഫ് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും സപ്പോർട്ട് വേണമെന്നുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാം എന്നാണ്. അല്ലാതെ ഒരാളെയും ജീവിതകാലം മുഴുവൻ രോഗിയായിട്ട് നിലനിർത്തുക എന്നുള്ളതല്ല. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വയം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. എന്തെങ്കിലും എമർജൻസി വന്നാൽ മരുന്നെടുക്കുക, അല്ലെങ്കിൽ സ്വയം മാനേജ് ചെയ്യാൻ. അതിന് ഒരു എമർജൻസി മെഡിസിൻസും പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് അവരൊരു അത്യാവശ്യം, ഇപ്പം നമുക്കൊന്ന് കാലെടുക്കുവോ, അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും വേണ്ട, ഇങ്ങനെ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഗ്യാസ് ഒക്കെ വന്ന് അതിനുള്ള മരുന്നും കൊടുക്കും. അതാണ് ചെയ്യാറുള്ളത്. ഡോക്ടർ പറഞ്ഞല്ലോ, മറ്റേ രോഗിയുടെ അസുഖത്തിൽ നിന്ന് മാറുവാനും അയാളുടെ ആ ഫ്യൂച്ചറിലേക്ക് അയാളെ പ്രിപ്പയർ ചെയ്യാനുമുള്ള ഇത്. ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്, എല്ലാ സ്ഥാപനങ്ങളും പറയും പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ, ദാറ്റ് ഈസ് രോഗിയെ ഫോക്കസ് ചെയ്യുന്ന കെയർ.
അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന പടങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ കിട്ടുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ, ഒരു രോഗി കിടക്കയിൽ കിടപ്പുണ്ട്, അതിൻ്റെ ചുറ്റും എല്ലാ എക്വിപ്മെൻറ്റും ഉണ്ട്, അതിൻ്റെ ചുറ്റും കുറേ സ്പെഷ്യലിസ്റ്റും ഡോക്ടേഴ്സും നഴ്സും സ്റ്റാഫും എല്ലാവരും ഉണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ഈ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി അങ്ങ് കവർ ചെയ്യുന്ന, അതാണ് പേഷ്യൻ്റ് നടുവിൽ, ബാക്കി എല്ലാവരും ചുറ്റും ഇങ്ങനെ കെയർ കൊടുക്കുന്ന കാര്യമായിട്ടാണ് വരുന്നത്. പക്ഷേ അത് എത്രമാത്രം പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയറിൽ നിന്ന് മാറിയതാണ് എന്നുള്ളതാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താ കാര്യമെന്ന് വെച്ചാൽ, പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളിൽ, പേഷ്യൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, പേഷ്യൻറ്റിൻ്റെ ദാറ്റ് ഈസ് ഇൻഫോംഡ് പേഷ്യൻ്റ്, ദാറ്റ് ഈസ് ആദ്യമേ പേഷ്യൻറ്റിനെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും പേഷ്യൻ്റ് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുകയും പേഷ്യൻറ്റിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിലനിൽക്കുകയും ആ പേഷ്യൻറ്റിന് അയാളുടെ ഹെൽത്തിൽ കൂടുതൽ കൺട്രോൾ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ. ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, ആ പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിൽ മാക്സിമം കൺട്രോൾ വരുത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ എത്രമാത്രം വികൃതമാക്കിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പൊതുവെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേഷ്യൻറ്റിനെ നടുവിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും ആ പേഷ്യൻറ്റിൻ്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിട്ടാണ് പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഡോക്ടറിൻ്റെ ഒരു വ്യൂ? പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചുറ്റും നിന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ആക്സിഡൻറ്റ് വന്നു, നമുക്ക് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്നറിയില്ല, എവിടെയൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, അല്ലല്ലോ ഇന്റേണൽ ഓർഗൻസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരു ആക്സിഡൻറ്റിൽ പെട്ട ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പേഷ്യൻ്റ് സെൻറ്റേർഡ്, അവിടെ മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റിൻ്റെ ആവശ്യം വരാം. എമർജൻസി മെഡിസിൻ ഡോക്ടർ വേണം, സ്കാനിങ് വേണ്ടി വരും, MRI വേണ്ടി വരും, ട്രിപ്പ് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അവിടെ വേണ്ടി വരും. അവിടെയാണ് പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ വേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നു, അതിൻ്റെ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് കൂടി ഒരു പല സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നിയാൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ കെയർ ഒക്കെ വേണ്ടി വരും. യൂഷ്വലി മൾട്ടി സിസ്റ്റം ഒക്കെ ഇൻഫെക്ഷൻ വന്ന് വരുന്നത് മിക്കവാറും ഈ മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളവർക്കായിരിക്കും. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കിഡ്നി ഡിസീസും എല്ലാം ഉള്ളവർക്കാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സിസ്റ്റംസും പ്രശ്നത്തിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പം ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡോക്ടർമാരും കൂടെ ഒക്കെ പരിശ്രമിക്കേണ്ടി വരാം. ആ ഒരു എമർജൻസി ICU കെയറിൽ നമുക്കിതൊക്കെ പേഷ്യൻ്റ് സെൻറ്റേർഡൊക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വേണ്ടത് ആ പേഷ്യൻറ്റിനെ രോഗി അല്ലെന്നാക്കുക എന്നുള്ളതാണ്. മരുന്ന് കഴിക്കുന്ന ഒരാളെന്നും രോഗിയാണ്. അപ്പം ആ ഒരു ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ തന്നെ റീസൺ അതാണ്. ഞാൻ 1981 മുതലാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വരുന്നത്. ഈ 1970 മുതലുള്ള ഒരു 2000 വരെയാണ് ഈ മോഡേൺ മെഡിസിൻ ഇത്രയും ഡെവലപ്മെന്റ്സ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഡെവലപ്മെന്റ് ഒക്കെ വന്നാലും നമ്മൾ ഈ ആന്റിബയോട്ടിക്കും ഇൻഫെക്ഷനും കൂടുതൽ ഹോസ്പിറ്റലിലൊക്കെ വന്നു, നമ്മൾ ഇൻഫെക്ഷനും അല്ലെങ്കിൽ ആക്സിഡന്റിന്റെ ഒക്കെ കെയർ നന്നായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി കൂടി എന്നുള്ളതല്ലാതെ ജീവിതശൈലി രോഗങ്ങൾ ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതിനകത്ത് വേറെ ഒരു ഇമ്പ്രൂവ്മെന്റും വരുന്നുണ്ട്. മരുന്നിന്റെ എണ്ണം കൂടുന്നു, കൂടുതൽ മരുന്ന് ആൾക്കാർ കഴിക്കുന്നു, കുറച്ച് ഈ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു പോകുന്നു. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ്, നമ്മൾ ഇന്ന് രോഗിയായിട്ടിരുന്നാൽ പറ്റില്ലല്ലോ. എല്ലാ ദിവസവും മരുന്നും കഴിച്ച് അവസാനം എന്ത് പറ്റും, നമ്മൾ ഈ മരുന്നിന്റെയും രോഗത്തിന്റെയും കോംപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ അവസാനം മരിക്കുകയും ചെയ്യും. എല്ലാവരും എന്തായാലും മരിച്ചേ പറ്റുള്ളൂ. ഈവൻ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്താലും മരുന്നെടുത്താലും എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളുടെ മനുഷ്യരെല്ലാവരും നമുക്കറിയാൻ മരിക്കുമെന്ന്. പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ എത്ര ക്വാളിറ്റി ഓഫ് ലൈഫ്, മരുന്നില്ലാതെ നമ്മളുടെ ലൈഫ് ക്വാളിറ്റി ആയിട്ട് കൊണ്ടുപോകാനും ഡെഫിനറ്റ്ലി ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടേണ്ടതും ആവശ്യമാണ്. അപ്പൊ ജീവിതശൈലി രോഗത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ വന്ന് മരിക്കാനുള്ള ഇടവരുത്താതിരിക്കുക. പക്ഷെ അത് നാച്ചുറൽ നമ്മുടെ ബോഡിയുടെ പവർ കുറഞ്ഞു പോകുന്ന, അല്ലെ ഓർഗൻ ഫെയിലിയറും 80-90 വയസ്സാകുമ്പോഴേക്കും ഹാർട്ടും കിഡ്നിയും ഒക്കെ വീക്ക് ആകാനുള്ള ഡെഫിനറ്റ്ലി പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്കെല്ലാം നല്ല 100 വയസ്സ് അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആക്സെപ്റ്റബിൾ ആവണം. പക്ഷെ നമ്മൾ ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചുകൊണ്ട് അവസാനം ഹോസ്പിറ്റലിൽ മിക്കവാറും പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവര് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളും കൂടെ ലാസ്റ്റ് 1 or 2 ഇയറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ ഒരു അവസരം കിട്ടിയ, ഹോസ്പിറ്റലിൽ പോകാതെ പെട്ടെന്ന് ഒരു സഡൻ ഇതിലൊക്കെ വന്നല്ലേ, ടൈം കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടു പോയി അവിടെ കിടക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സംഭവിക്കുന്ന പല കുടുംബങ്ങളും
വളരെയധികം ഫൈനാൻഷ്യൽ ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ തടയാനും നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കണം. നമ്മളുടെ രോഗത്തിന്റെ കാരണം അതിന്റെ പരിഹാരം എന്താണെന്നുള്ളത്. ആക്യൂട്ട് കെയർ, ദാറ്റ് ഈസ് എമർജൻസി കെയറിനാണ് ഈ പറയുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ എമർജൻസി സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി ആവശ്യമാണ്. പക്ഷേ ക്രോണിക് അസുഖങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ അത്രയും നേരത്തെ ഈ മെഡിക്കൽ കെയറിൽ നിന്ന് ഫ്രീ ആക്കുക എന്നുള്ളതായിരിക്കണം പേഷ്യൻറ്റും കൂടെ ഉള്ളവരും ഡോക്ടേഴ്സും എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് മനസ്സിലായത്. ദാറ്റ് മീൻസ് ഒരു പേഷ്യൻറ്റിനെ എത്ര നാൾ പേഷ്യൻ്റായിട്ട് നിലനിർത്തുന്നോ അത് ശരിക്കും നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അപാകതയായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ. കൂടുതൽ നാൾ ക്രോണിക്കായിട്ട് മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കൊണ്ട് നടക്കുക ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ റീവിസിറ്റ് ചെയ്യണം. റീവിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത് റീതിങ്ക് ചെയ്ത് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായെന്നുള്ളത്. ഇപ്പോൾ ഇതേപോലെ തന്നെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്നു, ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു, ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പം ആൻജിയോഗ്രാം ചെയ്ത് അപ്പം ഒരു ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ പോലത്തെ ഒരെണ്ണം വന്നു. അങ്ങനെ വന്നാൽ പോലും പലപ്പോഴും ആ പേഷ്യൻ്റ് ആ ആൻജിയോപ്ലാസ്റ്റി കഴിയുമ്പോൾ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി, ഡെഫിനറ്റ്ലി കറക്റ്റാണ്. ചിലപ്പോൾ ആ ജീവിതം തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻ്റ് ആ ഇവൻ്റ് തന്നെ എങ്ങനെയെങ്കിലും അങ്ങ് മൈൻഡിൽ നിന്ന് മറന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സമയത്ത് പോലും ഈ പേഷ്യൻസ് ആരും ചിന്തിക്കുന്നില്ല ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നത് ബ്ലോക്ക് കൊണ്ടാണെന്ന് ഉള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇത് ബ്ലോക്കാണ്, അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഇത് ചെയ്യണമെന്ന്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ ബ്ലോക്ക് വന്നു എന്നോ അതിലും ഉപരിയായി ഇത് വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നോ ഒന്നും ഇവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ അടുത്ത ബ്ലോക്കായി ആൻജിയോപ്ലാസ്റ്റിയായി വരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഡെഫിനറ്റ്ലി പറയും നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വീണ്ടും വരാം, അതുകൊണ്ട് ഇപ്പം എന്തായാലും ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. ഈ പേഷ്യൻസ് അത്രയും ആണെങ്കിൽ പോലും അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ശരിക്കും ഒരു മെഡിക്കൽ സൂപ്പർവിഷനിലോ അല്ലെങ്കിൽ കൺട്രോളിലോ അല്ലെങ്കിൽ സപ്പോർട്ടിലോ ചെയ്യാനായിട്ട് പലപ്പോഴും തോന്നാതെ ഇരിക്കുകയും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, 1 കഴിഞ്ഞാൽ 2 ആയി, പിന്നെ 3 ആയി, അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ആയി, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്ന് പിന്നെ ബൈപ്പാസായി, ഇതെല്ലാം സഹിച്ച് ഒക്കെ പോകും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു 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 ലിമിറ്റേഷനും കൂടെ ആണോ, അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് വേണ്ട രീതിയിൽ, ബിക്കോസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എയുടെ ഒക്കെ സാഹചര്യത്തിൽ നമ്മൾ ആ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാമെങ്കിൽ ഇപ്പോൾ ഇതിലൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ അത് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് അവർ സ്വയം മനസ്സിലാക്കാത്തതുകൊണ്ട് വരുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ ജനറലി എന്താന്ന് ചോദിച്ചാൽ മരുന്ന് അല്ലെങ്കിൽ ഓപ്പറേഷൻ, അതാണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതായത് മോഡേൺ മെഡിസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ്. ഇപ്പം നമ്മൾ NIH അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ എടുത്താലും എല്ലാ രാജ്യത്തിനും ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. നമുക്ക് ICMR ഉണ്ട്, അല്ലെങ്കിൽ മേജർ ഹോസ്പിറ്റൽസ് ഇപ്പം മേയോ ക്ലിനിക്കോ അല്ലെങ്കിൽ ഹാർവാർഡ് മെഡിക്കൽ സ്കൂളോ ഒക്കെ എടുത്താലും എല്ലായിടത്തും ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. പക്ഷെ നമ്മളുടെ മെഡിക്കൽ കരിക്കുലത്തിൽ MBBSൻ്റെതാണേലും MDയിലാണേലും ഏത് മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് വന്നാലും അവിടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒരു ഇതുമില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുക, അതിൻ്റെ മരുന്ന് എന്താ, അതിൻ്റെ സർജറി എന്താ എന്നാണ് നമ്മൾ മോഡേൺ മെഡിസിൻ പഠിക്കുന്നത്. അപ്പോൾ ആ നമ്മളുടെ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഈവൻ ആ കരിക്കുലത്തിൽ വന്നിരിക്കുന്ന അപാകത കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ ഈ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 100 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി ഉള്ളൂ. അതിൽ തന്നെ ഈ ലാസ്റ്റ് 50 ഇയേഴ്സ് ആണ് ഇത്ര ഇത് ഈ വേറൊരു നമ്മൾ ഇന്ന് കാണുന്ന ഈ ലെവലിലേക്ക് വന്നത്. അപ്പം നമ്മൾ ഈവൻ നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷൻസും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും പഴയ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ പഴയ കാര്യം നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻ നിന്നാണേലും പോയി കാലങ്ങൾക്കുള്ളിൽ. കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയിലും ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നല്ലോ. പക്ഷെ നമ്മളിപ്പം മോഡേൺ സയൻസിൽ ഈ മരുന്നുകളും ഓപ്പറേഷനും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ഓപ്പറേഷൻസ് ഒക്കെ വെരി ഗുഡ്, അതൊക്കെ നല്ല കാര്യമാണ്, നല്ല ഡെവലപ്മെന്റ് ആണ്.
മരുന്നുകൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിന്റെ പേരിലാണ് പല കാര്യങ്ങളും നമ്മൾ ലൈഫ് സയൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ലൈഫ് സയൻസിനെ കുറിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും നമ്മുടെ മോഡേൺ മെഡിസിൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നമ്മുടെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ അത് പഠിപ്പിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന തകരാറ്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, ആ ആ ഒരു ലാക്കണെ അല്ലെങ്കിൽ ആ ഒരു കുറവ് നമ്മൾ നികത്തണം. ശരിക്കും നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന മരുന്ന് കൊണ്ടൊന്നുമല്ല. ഭക്ഷണം അത് ചെയ്യാൻ നമ്മളുടെ പർപ്പസ് എന്താ? ആക്ടിവിറ്റി. നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിയുടെ പർപ്പസ്. അതുപോലെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് വെച്ചാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, അതുപോലെ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണം. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ആയിട്ടോ, അല്ലെങ്കിൽ അതാണ് നമ്മളെ ബോഡി ബിൽഡ് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുക. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. പലപ്പോഴും പല പേഷ്യൻസ് ആണെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഡോക്ടർ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? എങ്ങനെയാണിത്? എവിടെ അമേരിക്കയിൽ പോയാണോ യൂറോപ്പിൽ പോയാണോ പഠിച്ചത്? ഞാൻ വേറെ മറ്റു രാജ്യത്ത് പോയൊന്നും അല്ല നമ്മൾ പഠിച്ചത്. ഞാൻ കോട്ടയത്തും ട്രിവാൻഡ്രത്തും, കോട്ടയം മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ഞാൻ പഠിച്ചിരിക്കുന്നത്. ബാക്കി നമ്മളുടെ ഇന്നിപ്പോ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ നമുക്ക് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെ കിട്ടുന്ന കാര്യമുള്ളൂ. അതിനെ ഒരു പ്രോപ്പറായിട്ട് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ മെഡിക്കൽ ഫീൽഡിന് വേണ്ട രീതിയിൽ ഒരു പ്രോട്ടോകോളായി സെറ്റ് ചെയ്തു. അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ നമുക്ക് ഏത് ക്രോണിക് കണ്ടീഷൻസും എൻഡ് സ്റ്റേജ് എത്തി ഓർഗൻ ഫെയിലിയറിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ അവരെ മരുന്നുകളിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റും. അതും വളരെ ഫാസ്റ്റായിട്ട് വിതിൻ എ മന്ത് 10ഉം 15ഉം 20ഉം മരുന്ന് കഴിക്കുന്നവരെല്ലാം ഈ ഡയബറ്റീസ്, പ്രഷർ ഇതിനൊക്കെയാണല്ലോ ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഫ്രീ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പം പറഞ്ഞു ദാറ്റ് ഈസ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് ഫൗണ്ടേഷൻ മോഡേൺ മെഡിസിനിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, പേഷ്യൻ്റ് പോകുന്നത് ഒരു സഡൻ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിലാണ്. ദാറ്റ് ഈസ് ആ പേഷ്യൻ്റ് ചിന്തിക്കുന്നത് ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലാണെങ്കിൽ നമ്മൾ നേരെ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ നോക്കുമെങ്കിൽ കാണാമെന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അത് മോണിറ്റർ ചെയ്ത് മരുന്ന് കുറച്ച് ഈ പറഞ്ഞ കറക്ഷൻ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റോ ആണെങ്കിൽ അവർ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനായിട്ടല്ല അവരിരിക്കുന്നത് ഒരു കോംപ്ലിക്കേഷൻ, ഒരു ലൈഫ് സ്റ്റൈൽ രോഗമാണെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നിട്ട് ആ കോംപ്ലിക്കേഷനിൽ ഇരിക്കുന്ന പേഷ്യൻറ്റിൻ്റെ റിസ്ക്, അയാളുടെ ലൈഫിനുള്ള റിസ്ക് പ്രൈമറിലി അത് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ആളുടെ റിസ്ക് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഏത് മേജർ കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഏത് മേജർ കാര്യത്തിനും, ഹാർട്ടിൻ്റെ ആണെങ്കിലും ശരി, ലിവറിൻ്റെ ആണെങ്കിലും ശരി, കിഡ്നി ആണെങ്കിലും ശരി, ക്യാൻസർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ ലൈഫ് രക്ഷപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ട പ്രാധാന്യം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് വരേണ്ടത് ശരിക്കും ബേസിക് ഫൗണ്ടേഷനിൽ അല്ല, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പോലെ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറക്ഷൻ കാരണം മിക്കവാറും ഈ ജീവിതശൈലി രോഗങ്ങളുടെ മൂലകാരണമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അക്രോസ് സ്പെഷ്യാലിറ്റീസ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യം? ശരിക്കും ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഡെവലപ്പ് ചെയ്തത് തന്നെ, ഇപ്പം ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എൻ്റെ പാറ്റേൺ ആണ് CSLC ക്യാപ്പ്, അതായത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് തന്നെ ഞാനൊരു ഒരു മെത്തഡോളജി ആയിട്ടാണ്, മോഡേൺ മെഡിസിനിലെ ഒരു മെത്തഡോളജി, ഒരു ഡിഫറെൻറ്റ് മെത്തഡോളജി ആയിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അത് എല്ലാ ഇപ്പം തന്നെ അക്രോസ് സ്പെഷ്യാലിറ്റി, അതായത് മൾട്ടിപ്പിൾ സൂപ്പർ സ്പെഷ്യാലിറ്റീസ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ബൈപ്പാസ് പറഞ്ഞതോ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടണമെന്നോ ആൻജിയോഗ്രാം പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പം കിഡ്നി ഫെയിലിയറിൻ്റെ പല സ്റ്റേജിൽ, അതായത് ലിവറിൻ്റെ ആണെങ്കിലും പല സ്റ്റേജിൽ, ഫാറ്റി ലിവർ മുതൽ ലിവർ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞവർ പോലും
ട്രീറ്റ് ചെയ്യാനുള്ള ഇത് വരുന്നുണ്ട്. അതുപോലെ സ്കിൻ ഡിസീസസ്, സോറിയാസിസ്, എക്സീമ, ഇതൊക്കെ അവർക്ക് 10 20 വർഷമൊന്നുമില്ല, ചിലപ്പോൾ ഒരു 15-ാം വയസ്സ് മുതൽ തുടങ്ങിയ രോഗങ്ങളായിരിക്കും. സൈക്യാട്രിക് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആസ്പെക്റ്റിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റിന്റെയും പിന്നെ ഒരെണ്ണം റൂമറ്റോളജിയാണ്. ഈ വാതരോഗങ്ങൾ, ആർത്രൈറ്റിസ് പോലെയുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ടുമാറ്റി വയ്ക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പല ഇമ്മ്യൂണോസപ്രസൻസും സ്റ്റിറോയിഡ്സും ഒക്കെ വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരുന്ന് പലരും അപ്പോഴേക്കും ഒക്കെ കിഡ്നിയും ലിവറും ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റി എന്നുള്ള പേഷ്യൻസും വരുന്നുണ്ട്. ഇവർക്കൊക്കെ അവരൊക്കെ എന്തൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നോ അതിൽ നിന്ന് അവരെ മാറ്റി അവർക്ക് ആ മരുന്ന് കഴിച്ചിരുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെൽത്തിലേക്ക്, നമ്മളുടെ എനർജി ലെവല്, അതുപോലെ വേദനകൾ, അസ്വസ്ഥതകൾ കുറഞ്ഞ് ഷുഗർ കൺട്രോൾ, ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ കൺട്രോൾ, മച്ച് ബെറ്റർ ഷുഗർ കൺട്രോൾ, അതുപോലെ മച്ച് ബെറ്റർ പ്രഷർ കൺട്രോൾ. പ്രഷറൊക്കെ നോർമൽ മിക്കവാറും വരുന്ന പോലെ. എല്ലാവരുടെയും തന്നെ വളരെ റെയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ ഇരിക്കുന്നു, അല്ല കൂടുതൽ ആത്രോസ്ക്ലെറോസിസ് ഉള്ള, ഇങ്ങനെ സ്റ്റിഫനിങ് ഓഫ് ബ്ലഡ് വെസൽസ് വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ വളരെ റെയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ മരുന്നിൽ നിന്ന് മാറാൻ പറ്റാതെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. മാറാൻ പറ്റുമെന്ന് പറഞ്ഞാലും അവർ 10 20 25 മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ ചിലപ്പോൾ 1 2 മരുന്ന് വല്ലതും ആഴ്ചയിൽ 1 2 ഒക്കെ കൊളസ്ട്രോളിന്റെ ഒക്കെ ചിലപ്പം ചിലർക്കൊക്കെ ഒരു 40 മില്ലിഗ്രാം 80 മില്ലിഗ്രാം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് 5 മില്ലിഗ്രാം ആഴ്ചയിൽ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ ചിലപ്പം വേണ്ടി വരാം. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒരു ലോങ് പ്രൊസീജിയർ ആണ്, അതിന് റിസൾട്ട് കിട്ടാൻ ലോങ് പ്രൊസീജിയർ ആണെന്നാണ് പബ്ലിക് മൊത്തത്തിൽ ജനങ്ങളുടെ വിചാരം. അങ്ങനെയല്ല, ഇത് മറ്റേത് മരുന്നിനേക്കാളും വളരെ ഫാസ്റ്റാണ്. കാരണം എനിക്കറിയാം, ഞാനും ഈ ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസും പ്രഷറിന് മരുന്നും ഒക്കെ കൊടുത്തിട്ടുള്ള ആളാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ പേഷ്യന്റിനെ ആ രീതിയിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ഇത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് വേറെ ഒന്നിനും കാണിക്കാൻ പറ്റില്ല. പക്ഷേ എമർജൻസി സിറ്റുവേഷനിലല്ല. പേഷ്യന്റ് ഇപ്പം ഡയബറ്റിക് പേഷ്യന്റ് കീറ്റോസിഡോസിസിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ഈ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ് കീറ്റോസിഡോസിസ്, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോയി ഹൈപ്പോഗ്ലൈസീമിയ കോമയിൽ കിടക്കുന്ന പേഷ്യന്റുകളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. പേഷ്യന്റ് സ്റ്റേബിൾ ആയിട്ടുള്ള നിലയിലുള്ള പേഷ്യന്റിനെ മാത്രമേ ഇതിനകത്ത് പറ്റുള്ളൂ. അപ്പോൾ പേഷ്യന്റ് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. പക്ഷേ എമർജൻസി സിറ്റുവേഷൻ എപ്പോഴും ഒരു ICU കെയർ തന്നെയാണ് വേണ്ടത്. പല പേഷ്യൻസിൻ്റെയും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലിനിക്കലി മോണിറ്റർ ചെയ്ത് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റിന് ശരിക്കും ഒരു റിസൾട്ട്സ് കാണാൻ, ഇപ്പം മറ്റേ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്സ് ഉണ്ട്, അപ്പം അതുകൊണ്ട്, അല്ലെങ്കിൽ അഞ്ചൈനയുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഹൈ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷറുണ്ട്, അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ആർത്രൈറ്റിസോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരുന്ന് കഴിച്ചാൽ അവരുടെ അസുഖം അപ്പോൾ തന്നെ മാറുന്നു എന്നുള്ളതാണ് കാര്യം. അത് മാറുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് ധാരണ. അപ്പം അതേസമയം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുന്നത്, അതിങ്ങനെ കുറേ നാൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പലരും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും റിസൾട്ട് വന്നിട്ടില്ല എന്നൊക്കെയാണ് പൊതുവെ ഉള്ള ധാരണ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പേഷ്യൻസ് ശരിക്കും എന്താണ് അറിയേണ്ടത്? ഈ സ്വയം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും അവർ, ഇപ്പം ഇന്ന് എന്നോടൊരു പേഷ്യന്റ് വന്ന് പറയായിരുന്നു, അവരൊരു 2 years ബാക്ക് വന്നതാണ്. അന്ന് അവർ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് അവർക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ പറയുക, ഡോക്ടർ ഞാൻ ശ്രമിച്ചു, ഞാനൊരു 4 6 7 കിലോ ഒക്കെ കുറയ്ക്കുകയും ചെയ്തു, അവർ കുറച്ച് ഒബേസുമാണ്. പക്ഷെ പിന്നെ എനിക്ക് പറ്റിയില്ല. അപ്പോഴേക്കും മുടി കൊഴിയാൻ തുടങ്ങി, ക്ഷീണം വരാൻ തുടങ്ങി. അപ്പം അവർ ഫുഡ് കൺട്രോൾ ചെയ്തു, പക്ഷെ ന്യൂട്രിഷൻ അവർക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രിഷൻ ഇല്ലാതെ ഉള്ള ഒരു ബേസിക്കലി നമുക്ക് വേണ്ട ന്യൂട്രിഷൻ എല്ലാം കിട്ടി, കാലറി, അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റിലെ തന്നെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റും മാത്രമേ കുറയാൻ പാടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കിട്ടണം. അപ്പം പലപ്പോഴും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പം ഇതെല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അത് നിർത്തി പോകേണ്ടി വരും. അല്ലെങ്കിൽ അവർ, ഇപ്പം ചിലരൊക്കെ ഉണ്ട് കീറ്റോ ഡയറ്റ് എടുത്ത്, കീറ്റോ ഡയറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ലാതെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ റീനൽ സ്റ്റോൺ വരും. ഒത്തിരി പ്രോട്ടീൻ ഒക്കെ കഴിച്ച് യൂറിക് ആസിഡ് ഒക്കെ കൂടി അവർക്ക് കിഡ്നിയിൽ ഇതൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് റീനൽ സ്റ്റോൺ ആയിട്ട് മാറും. അങ്ങനെ പല പല കോംപ്ലിക്കേഷനിലേക്കും പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകൾ ഒത്തിരി കഴിക്കുന്നവർക്ക് ഇതൊന്നും പറ്റൂല. ഹാർട്ടിനും ഡയബറ്റീസിനും BP ക്കും
ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക് അവർക്ക് അസിഡിറ്റി ഉണ്ടാകും. അവർക്ക് ശരിക്കും പ്രോപ്പർലി ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് ഫുഡ് ഇങ്ങനെ ഈ അസിഡിറ്റി കാരണം തന്നെ അത് വിശപ്പായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഇപ്പം ഈ അൾസർ വന്നിട്ട് വയറ് കത്തുന്നതായിരിക്കും. പക്ഷെ അത് വിശപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇൻ ഇഫക്റ്റ് അവർക്ക് പ്രോപ്പർലി ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡയറ്റൊക്കെ ശ്രമിച്ച് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരുമ്പോഴേക്കും ഒന്നെങ്കിൽ ഒരു പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളിലേക്ക് പോകും. അല്ലെങ്കിൽ മുടി കൊഴിച്ചിലും ആകെ വയ്യാന്നുള്ള നിലയിലേക്ക് പോകും. അതിന്റെ കാരണം മെറ്റബോളിസം തെറ്റാണ്. അവിടുത്തെ മെറ്റബോളിസം കറക്ഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ പേഷ്യന്റ് എന്താണ് കഴിക്കുന്നത്, അവർക്ക് ഏത് ഫുഡാണ് ഏറ്റവും ബെസ്റ്റ്, അവരുടെ ബോഡി ഏത് ഫുഡിനോടാണ് റിയാക്ട് ചെയ്യുന്നത്, അവരുടെ ബോഡിയിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര ഫാറ്റ് കുറയണം, എത്ര മസിലുണ്ട്, മസിൽ കുറവാണ്, അത് ബിൽഡപ്പ് ചെയ്യണം. ഇതെല്ലാം ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടെ. അപ്പം നമ്മളൊരു ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മളൊരു എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നതും ചുമ്മാ കുറേ അവിടെ ഓരോരോ റൂം ഉണ്ടാക്കി അങ്ങ് പോകുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ? അപ്പൊ അതിനായിട്ട് കറക്റ്റ് ഒരു പ്ലാനിങ്ങോടെയാണ് അവരുടെ ബോഡി ഈ 3 മാസം കൊണ്ട് എന്ത് വ്യത്യാസം കിട്ടണം അത് പേഷ്യന്റിനും പറഞ്ഞു കൊടുക്കും. ഇവരാണ് നമ്മൾ ഈ 3 മാസം കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, 6 മാസം കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതെല്ലാം ഒരു പ്രോപ്പർ പ്ലാനിങ്ങോടെ, ഒരു ലൈഫ് ടൈം പ്ലാനിങ്ങോടെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ പ്ലാനിങ് ആ സപ്പോർട്ടും കിട്ടുന്നത് കൊണ്ടാണ് ഇത്ര ഈ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുന്നത്. ഡയബറ്റീസിന്റെ ഒക്കെ വിതിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിസൾട്ട് കാണാം. മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ വ്യത്യാസം വന്നത് നമുക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് പേഷ്യന്റ് ബോധ്യപ്പെട്ടാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ കുറച്ചുകൊണ്ട് വരുന്നത്. എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുക. ഇപ്പം ഈ പല അസുഖങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉള്ള പേഷ്യൻസ് ഇപ്പോൾ ഈ CSLC ക്യാപ്പിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവർക്ക് ഇനി ഏജ് ഓവറായോ, അവർക്ക് അത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മരുന്നുകൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പല ഓപ്പറേഷൻ ചെയ്തവരായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വല്ല പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാൻ. എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം. അത്യാവശ്യം ബേസ് ഹെൽത്ത് ഉണ്ടാവണം. ഓർഗൻ ഫെയിലിയർ വന്ന് ഇപ്പം കാർഡിയാക് ഫെയിലിയറിൽ ഇരിക്കുന്ന പേഷ്യന്റോ അല്ലെ കിഡ്നിയിൽ ഓൾറെഡി ഡയാലിസിസ് തുടങ്ങി, ഇപ്പം ക്രിയാറ്റിൻ 8 ഡയാലിസിസും തുടങ്ങിയ ഒരു പേഷ്യന്റിന് ഇപ്പൊ ഇന്നൊരു പേഷ്യന്റ് ചോദിക്കുന്നത് 80 വയസ്സായി. അപ്പൊ ഒരു പേഷ്യന്റ് റിലേറ്റീവ് അദ്ദേഹം ഇവിടെ വന്ന ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ കാരണം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം ഉള്ള ഒരു പേഷ്യന്റാണ്. സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം കറക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാം ഇന്നിപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് 90th ഡേ ആയിരുന്നു. അപ്പൊ 90th ഡേ ആയപ്പോഴേക്കും അതിന് മുമ്പ് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ അദ്ദേഹത്തിന്റെ എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഈസ് ടോട്ടലി ഹെൽത്തി ഓൾസോ. ഈവൻ സ്ട്രോക്കിന്റെ ആ മെമ്മറി ആയിരുന്നു പുള്ളിയുടെ ആ കോഗ്നിറ്റീവ് പവറിനെ ആയിരുന്നു മെയിൻലി ബാധിച്ചിരുന്നത്. ഈവൻ അതും ഒക്കെ മാറി എല്ലാ ജോലിക്കും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ കാര്യത്തിൽ അവര് പല ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു ഡയാലിസിസ് ചെയ്യണമെന്ന്. അപ്പൊ ഡയാലിസിസിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇവിടെ കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷെ അതെന്തുകൊണ്ടോ അവരുടെ കമ്മ്യൂണിക്കേഷനിലൊന്നും നടന്നില്ല. അപ്പൊ വീണ്ടും ചോദിക്കുകയായിരുന്നു ഓൾറെഡി ഡയാലിസിസ് തുടങ്ങി ഇനി പറ്റുമോന്ന്. ഇപ്പം 80 വയസ്സായ ആള് നമ്മൾ ഇനി ഓൾറെഡി ഡയാലിസിസിൽ ഇരിക്കുമ്പോൾ ഡയാലിസിസിൽ എന്താന്ന് വെച്ചാൽ ഈ സെൻട്രൽ വെയിൻ ഒക്കെ ഇട്ടായിരിക്കും തുടങ്ങുന്നത്. അത് ഒത്തിരി എൻഡ് സ്റ്റേജ് ഉള്ളവർക്ക് പിന്നെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഈവൻ കിഡ്നി ഫെയിലിയറിൽ ഒരു ക്രിയാറ്റിനൊക്കെ 3 4 ഇരിക്കുമ്പോഴോ ഒരു 5 6 ആണെങ്കിലും ഡയാലിസിസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം മാത്രമേ ഫെയിൽ ചെയ്തിട്ടുള്ളെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പലപ്പോഴും യങ് പേഷ്യൻസ് ഒക്കെ വരാറുണ്ട്. ക്രിയാറ്റിൻ 2 3 ഈവൻ 4 5 ഒക്കെ ആണെങ്കിലും ഡയാലിസിസ് തുടങ്ങുന്നതിന്റെ മുമ്പാണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഇതിന്റെ മന്ത് നമുക്കറിയാം എന്ത് വ്യത്യാസം കിട്ടുമെന്ന്. ഇതിന്റെ മന്ത് അവരുടെ ഈ മിക്കവാറും ഈ കിഡ്നി പേഷ്യൻസും ഹാർട്ട് പേഷ്യൻസും എല്ലാം തന്നെ കുറെ അധികം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ മന്ത് ഈ മരുന്നുകൾ മാറുമ്പോൾ തന്നെ കിഡ്നിക്കും ലിവറിനും ഹോൾ സിസ്റ്റത്തിന് ഒരു റിലാക്സേഷൻ ആണ് വരുന്നത്. അപ്പൊ തന്നെ മിക്കവാറും കിഡ്നി ഫംഗ്ഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരു 4 ഇരിക്കുന്നവരാണ് ഡെഫിനറ്റ്ലി ക്രിയാറ്റിൻ 3 അല്ല GFR ഒരു 30 ഇരിക്കുന്നവരാണ് 40 45 50 55 60 വന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഡയാലിസിസിനെ കുറിച്ച് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. അപ്പൊ ഈ ഡയാലിസിസിൽ ഞാൻ പറഞ്ഞ എല്ലാവരും ഡയാലിസിസിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ല വരേണ്ടത്. പക്ഷെ ഈവൻ ഈ ഒരു ഒത്തിരി ക്രിയാറ്റിനൊന്നും കൂടി വൊമിറ്റിംഗ് സെൻസേഷനും ഭക്ഷണം കഴിക്കാൻ മേലാത്ത ഒരു സ്റ്റേജിലേക്ക് മൂത്രം പോകാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് മാനേജ് ചെയ്യാം. അതൊരു എൻഡ് സ്റ്റേജ് ആയിപ്പോയി. അവിടെ വെച്ചല്ല, നമ്മൾ ഡയബറ്റിക് ആയിരിക്കുമ്പോൾ തന്നെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡ് സ്റ്റേജ് ആണല്ലോ ഈ കിഡ്നി ഫെയിലിയറും ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നത്. അത് മനസ്സിലാക്കി നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക. എത്ര നേരത്തെ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഓർഗൻ പോലും തീരെ ഫെയിൽ ചെയ്യുന്നതിന്റെ മുമ്പാണെങ്കിൽ ഡെഫിനറ്റ്ലി
അവർക്ക് മരുന്നിൽ നിന്ന് മാറാം. മരുന്നിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. മരുന്നില്ലാതെ ബോഡി പാരാമീറ്റേഴ്സ് നോർമലാക്കുക എന്നുള്ളതിനായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് വിതിൻ 1 or 2 വീക്സ് കൊണ്ട് നമുക്ക് കാണാനും പറ്റും. ശരിക്കും മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നിട്ടും, അല്ലെങ്കിൽ സപ്പോസ് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മേജർ സർജറി ചെയ്തിട്ടോ, ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ പേഷ്യൻ്റായിട്ട് എന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യം നടന്നു, പക്ഷെ അതിൻ്റെ ആ അസുഖം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ നമ്മുടെ ലൈഫ് രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അസുഖം കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ അസുഖത്തിൻ്റെ കാരണത്തെ തന്നെ നമ്മൾ ടാക്കിൾ ചെയ്തേ പറ്റൂ. അല്ലാതെ വീണ്ടും നമുക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൂടാതെ നമ്മളൊരു പേഷ്യൻ്റായിട്ട് തുടരുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് എത്രമാത്രം ഈ രീതിയിൽ ക്ലിനിക്കലി സപ്പോർട്ടോടുകൂടി ജീവിതശൈലി ക്രമീകരിച്ച് നമ്മളുടെ അസുഖത്തിൻ്റെ മൂലകാരണം അത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് അറിയേണ്ടത് എല്ലാ പേഷ്യൻസും, ഇങ്ങനത്തെ സാഹചര്യത്തിലുള്ള എല്ലാ പേഷ്യൻസും മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവർ തന്നെ ഒരു വലിയ പരിധി വരെ അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ആ രീതിയിൽ ചിന്തിച്ച് എങ്ങനെയാണ് ഇത് അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുക, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് എന്നുള്ള ആ സ്റ്റാറ്റസിൽ നിന്ന് മാറിക്കിട്ടുകയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുകയും അവർ വേറെ ആൾക്കാരുടെ പുറത്തുള്ള അവരുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുകയും കൂടാതെ അവർക്ക് ആ സെയിം അസുഖം തന്നെ അല്ലെങ്കിൽ ആ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻസോ അത് ഫ്യൂച്ചറിൽ വീണ്ടും വീണ്ടും അവരെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാതിരിക്കുകയും ആ സർജറി തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ പ്രൊസീഡിയേഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരിക ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.